നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ബാക്ക് ടു റീഡിങ്സ്. ഞാനൊന്ന് ചെറിയ യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ നമുക്ക് പക്ഷെ എന്നും ഞാൻ അത്ര എനർജറ്റിക് അല്ല, എന്നാലും നിങ്ങൾക്ക് വേണ്ടി റീഡിങ് ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, എൻ്റെ എനർജി ലേശം ഡൗൺ ആയി തോന്നുന്നുണ്ടെങ്കിൽ അത് യാത്രയുടെയൊക്കെയാണ് കേട്ടോ, ക്ഷീണം കൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഞാൻ റീഡിങ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ റീഡിങ്സ് ഇപ്പോൾ ഓപ്പൺ അല്ല, ഒരാഴ്ച കൂടി ഒന്ന് കഴിയട്ടെ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ശേഷം ഞാൻ അനൗൺസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീക്ക് 25th ശേഷം ഞാൻ പറയാം എൻ്റെ സ്കെഡ്യൂൾ എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, എന്തായാലും തൽക്കാലം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ സൈലൻസിന് പിന്നിൽ എന്താണ് നോക്കാം നമുക്ക്. ഓക്കെ, പിന്നിലുള്ള കാരണം എന്ന് നോക്കാം. ആൻഡ് അവർക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത് എന്ന് നോക്കാം. അവരുടെ സൈലൻസിന് പിന്നിൽ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഇന്നത്തെ. നിങ്ങളുടെ പേഴ്സൻ്റെ സൈലൻസിന് പിന്നിൽ എന്താണ് കാരണവും അറിയാം, അവർ പറയാനുള്ളതും കേൾക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. കിങ് ഓഫ് സോർഡ്സ് എനർജി, 6 of Pentacles, King of Wands, Knight of Wands, and one more card please. Okay, Page of Cups. Okay. ഓക്കെ, സി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്താ, മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്കെ അവർ നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നതാണ് മെയിൻലി. ലൈക്ക് അവർ ഒരു വളരെ റഫായിട്ടോ റൂഡായിട്ടോ അല്ലെങ്കിൽ ഒരു അല്പം സ്നേഹമില്ലാത്ത രീതിയിലൊക്കെ അവർ നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, സോ ഇവിടെ അതിൽ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതായത് അവർക്ക് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല. കിങ് ഓഫ് വോൺസ് എനർജി ഇവിടെ താഴെയുണ്ട്. സോ അതിൻ്റെ അർത്ഥം അവർ മറയ്ക്കുന്ന പോലെയാണ്, അവർ ഒരു 2 മുഖം കാണിക്കുന്ന പോലെയാണ്. മുഖം കാണിക്കില്ല, അവർ കാണിക്കുന്നതെല്ലാം മനസ്സിലുള്ളത് എന്ന് പറഞ്ഞ പോലെയാണ്. സോ ഇവിടെ അവർ പുറമേ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നു. വളരെ എനിക്ക് ബോധേഡേ അല്ല, നിങ്ങളുണ്ടോ ഇല്ലേ വന്നോ പോയോ ഒന്നും എനിക്ക് പ്രശ്നമേ അല്ല എന്ന രീതിക്കാണ് അവർ കാണിക്കുന്നത്. പക്ഷേ അത് കാണിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പിന്നിലിരിക്കുന്നത് നൈറ്റ് ഓഫ് വർക്കിംഗ് ഓഫ് വോൺസ് എനർജിയാണ്. അതായത് നിങ്ങളോടുള്ള ഒരു സ്നേഹം, ഇഷ്ടം എന്ന രീതിക്കാണ് കാണുന്നത്. അവർക്ക് വളരെയധികം പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ ഇവിടെ അഗെയിൻ നൈറ്റ് ഓഫ് വോൺസ് എനർജി ഉണ്ട്. സോ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, മനസ്സിലുള്ള തുറന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അതെല്ലാം ഉള്ളിൽ അടക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് അവർ ചെയ്ത തെറ്റുകൾ അവർ തിരിച്ചറിയുന്നുണ്ട് എന്ന രീതിക്കാണ്. ഒന്ന്, യെസ് ഇവിടെ കോമ്പറ്റീഷൻ എന്ന് കാണുന്നുണ്ട്. സോ മേ ബി അവരുടെ അറ്റൻഷൻ അവർ നിങ്ങൾക്ക് മുഴുവനായിട്ട് തന്നിട്ടില്ല. ഓക്കെ, തരേണ്ട സമയത്ത് അവർ നിങ്ങൾക്ക് സമയം തരുന്നുണ്ട്, അല്ലെങ്കിൽ സമയം, എനർജി, സ്നേഹം, കെയർ എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അവർ തരേണ്ട സമയത്ത് അവർ തന്നിട്ടില്ല. അതിന് പകരം അവർ അവരുടെ അറ്റൻഷൻ പല കാര്യങ്ങളിലേക്ക് അവർ കൊടുത്തിട്ടുണ്ടാവും. ഫ്രണ്ട്സിനായിരിക്കാം, ഫാമിലിക്കായിരിക്കാം. സിറ്റുവേഷൻ ഇവിടെ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്തുമാവാം. ഓക്കെ, വേറെ പല കാര്യങ്ങളിലേക്കും അവർ ശ്രദ്ധ കൊടുത്തു, അല്ലെങ്കിൽ അവർ വേറെ പല കാര്യങ്ങൾക്കും അവർ പ്രയോറിറ്റി കൊടുത്തു ലൈഫിൽ. നിങ്ങൾക്ക് തരേണ്ട രീതിക്ക് അവർ തന്നിട്ടില്ല. അല്ലെങ്കിൽ മാത്രമല്ല, നിങ്ങൾ അങ്ങോട്ട് ചെയ്ത പോലെ അവർ തിരിച്ച് നിങ്ങൾക്ക് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിവിടെ എപ്പോഴും ഡിവൈഡഡ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് അവർക്ക് ഒരു ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ളത് അവർക്കും അറിയുന്നില്ല. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. 66 നമ്പർ നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇതൊരു പാസ്റ്റ് കണക്ഷനെ കുറിച്ചാണ് കാണിക്കുന്നത്. അതായത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തമ്മിലിപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ കാലമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം. ആ നൊസ്റ്റാൾജിയ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങൾ ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പറയാം. നിങ്ങൾ തമ്മിലുള്ള നല്ല സമയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ചസ്, നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി, എന്ത് തന്നെയായാലും എല്ലാ കാര്യങ്ങളും ഓക്കെ അവരെ വളരെ സ്നേഹത്തോടെ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത സമയങ്ങൾ, നിങ്ങൾ അങ്ങോട്ട് എന്തൊക്കെ കെയർ ചെയ്തു എല്ലാം അവർ ഓർക്കുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ചിങ്ങോട്ട് ചെയ്തിട്ടില്ല, ന്യായമായത് അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് അവർ വളരെ ക്ലിയർ ആയിട്ടാണ്. മേ ബി ഇനിയും സാധിക്കില്ല എന്നും ഉണ്ടാവാം കുറച്ച് പേർക്ക്. ഇനി മുന്നോട്ടും ചിലപ്പോൾ അവർക്ക് സാധിച്ചില്ലെങ്കിലോ എന്ന രീതിക്കുള്ളൊരു ഡൗട്ടായിരിക്കാം. സോ ബട്ട് അവർ ഉള്ളിൽ വളരെയധികം അവർ ആ ഫീലിങ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ സൈലൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മെയിൻ കാരണം ഇതാണ്. ദറ്റ് അവർക്കറിയാം ദറ്റ് അവർ ഇതുവരെ നിങ്ങളോട് ചെയ്ത തെറ്റുകളുണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഇപ്പോൾ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്, നൈറ്റ് ഓഫ് ഫോൺസിൻ്റെ എനർജി ഉണ്ട്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരണം എന്ന രീതിക്കാണ് കാണുന്നത്. പക്ഷേ ഇതൊരു ചെറിയ അപ്രോച്ചുകൾ മാത്രമായിരിക്കും. ഓക്കെ, അതായത് അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വലിയ കമ്മിറ്റ്മെൻറ്റ് രീതിയിലോ അല്ലെങ്കിൽ ഈവൻ വളരെ ഞാൻ മിസ് ചെയ്തു അല്ലെങ്കിൽ എന്ത് പറ്റി അങ്ങനെയൊന്നും ചോദിച്ചിട്ടൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, മേ ബി ഒരു
ഒരു ചെറിയൊരു അപ്രോച്ച് നിങ്ങൾക്ക് അവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. കാരണം അവർ കൂടുതൽ ഇപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുന്ന പോലെയാണ്. അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, ഡെഫിനറ്റ്ലി നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അവർ നിങ്ങളെ പിടിച്ച് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല എവിടെയോ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അവർ ഉള്ളിലുള്ളതും തുറന്ന് പറയാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. 2 പെൻറ്റിക്കിൾസ് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മേ ബി അഗൈൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം. അതിപ്പോൾ ഫാമിലി ആയിരിക്കാം, മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തായിരിക്കാം, മാരേജ് ഫിക്സ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, ഈവൻ ഫാമിലി പാരൻസ് ആയിരിക്കാം, ആരെങ്കിലും ഉണ്ടാവാം. സോ അങ്ങനെ ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. സോ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ മനസ്സ് അവർക്കറിയാം ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് വരാൻ മടിക്കുന്നത്. ഓക്കെ, സൈലൻ്റ് ആയിട്ടിരിക്കുന്ന അതുകൊണ്ടാണ്. ഓക്കെ, പലപ്പോഴും പ്രകടിപ്പിക്കാത്തതും കാണിക്കാത്തതും ഒക്കെ അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം അവർക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റിസ് തീർച്ചയായിട്ടും 8 of Wands, 3 of Pentacles, 10 of Swords, yes, Death വന്നു മെയിൻ കാർഡ്, യെസ്. ഓക്കെ, 7 of Pentacles, ഇതൊരു കാർഡ് നമുക്ക് അവിടെ ആവശ്യമാണ്, ഞാൻ വെച്ചേക്കാം. ഓക്കെ, സോ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പലതവണ പറഞ്ഞു അത്, നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് കാണുന്നത്. ഓ മൈ ഗോഡ്, നിങ്ങൾ ക്വീൻ ഓഫ് കപ്സ് എനർജിയിലാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ അവർക്ക് വളരെയധികം നിങ്ങൾ അങ്ങോട്ട് കെയർ ചെയ്തിട്ടുണ്ട്. ലേഡീസ് ആവണമെന്നില്ല കേട്ടോ, ജെൻസ് ആയാലും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ സ്നേഹം കൊടുത്തതാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് സംസാരിക്കാൻ വരാൻ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. എവിടെയോ നമ്മൾ പറയില്ല, ഒരു ശരിക്കും ഒരു നിങ്ങൾ അവരുടെ ഒരു സ്വപ്നമാണ് എന്ന് തന്നെ പറയാം. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പ്രോബ്ലം അഗൈൻ അവർ സ്റ്റക്കാണ് എന്നുള്ളതൊന്ന് കാണുന്നുണ്ട്. 8 of Swords എനർജീൻ്റെ സ്റ്റക്കാണ്. അവരെന്തോ സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അതിപ്പോൾ എന്തോ ആവാം, ഫാമിലി സമ്മതിക്കില്ല എന്നായിരിക്കാം, മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യം കൊണ്ട്, റിലീജിയൻ, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അവർ സ്റ്റക്കാണ് എന്നുള്ളൊരു എനർജി ഉണ്ട്. ബട്ട് അവർക്ക് അറിയാം ദാറ്റ് എന്നാലും ഞാൻ ചെയ്യേണ്ട ചില ന്യായം ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ജസ്റ്റിസിൻ്റെ കാർഡാണ്. അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്കറിയാം ദാറ്റ് ഞാൻ നിന്നോട് ന്യായമായതല്ല ചെയ്തത്, ഞാനിങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു, നീ എനിക്ക് വേണ്ടി ചെയ്തത് എത്രത്തോളം ഉണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ അങ്ങോട്ട് തന്നത് ന്യായമല്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് എല്ലാം തുറന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് പറഞ്ഞാൽ തന്നെ എനിക്കത് ശരിയാവും. കാരണം ഞാൻ നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നിന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, നിന്നെ ചതിച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ ഒരു ചീറ്റിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ മുന്നോട്ട് വന്ന ഒന്നും തുറന്നു പറയാൻ എനിക്ക് സാധിക്കില്ല. ഓക്കെ, എന്നാൽ അവരുടെ മെസ്സേജ് നമുക്ക് അങ്ങനെ ഒരു ഇതാക്കിയെടുക്കാം. സോ ഇവിടെ പറയാം, അവർക്ക് ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും സംസാരിക്കുന്ന ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഒന്ന് സഹകരിച്ച്, അതായത് ഒന്നിച്ച് നമ്മൾ പറയില്ല, ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവർ ചെയ്ത തെറ്റത്ര വലുതാണ്. ഓക്കെ, അവർ ചെയ്ത കാര്യം അത്രത്തോളം വലിയൊരു കാര്യമാണ്, അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നും അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു ട്രാപ്ഡ് ഫീലിംഗ് ആണ്. അതായത് ഞാൻ ഇനി മുന്നോട്ട് വന്നാൽ ശരിയാവില്ല എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഞാൻ വരാൻ പറ്റില്ല എനിക്ക് എന്നുള്ളൊരു തോന്നൽ. സോ അതുകൊണ്ടൊക്കെയാണ് അവർക്ക് തീർച്ചയായിട്ടും ഇതിൽ എന്താ പറയുക, റിലേഷൻഷിപ്പിൽ മുന്നോട്ട് വേണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളുടെ തടസ്സമുണ്ട് ഇവിടെ. അതൊരു ഭാഗം സാഹചര്യങ്ങളുടെ മാത്രമല്ല, അവരുടെ ഭാഗത്തു നിന്നും വന്ന മിസ്റ്റേക്സ്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്ത അന്യായം എല്ലാം അവർക്കിവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ അവർ സൈലൻസിൽ അവർ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ, സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാര്യങ്ങൾ ഇതാണ്. ദാറ്റ് അവർക്ക് അറിയാം ദാറ്റ് ഞാൻ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പറയില്ല, എന്ത് മുഖം വെച്ച് സംസാരിക്കാൻ വരുന്നോ എന്തോ പറയുമല്ലോ, ആ രീതിക്കുള്ളൊരു ഫീലിംഗ് ആണ്. ഓക്കെ, നമുക്ക് വേറെയും കുറച്ച് നോക്കാം ചില കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച്. യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് കൂടി എടുക്കാം നമുക്ക്. ഓക്കെ, പേഷ്യൻസ്. ഓക്കെ, റീഡയറക്റ്റ് യുവർ തോട്ട്സ്, പാസ്റ്റ് ലൈഫ്സ്. ഓക്കെ, കൂടുതൽ എടുക്കുന്നില്ല. സോൾമേറ്റ്. ഓക്കെ, ആൻഡ് ബിവെയർ ഓഫ് കോഡിപെൻഡൻസി, ഡിവൈൻ ടൈമിംഗ്. ഓക്കെ,
ദേ ആർ ദ വൺ എന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ആണ്. ഓക്കെ, യു ഹാവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു പാർട്ട്ണർ തന്നെയാണിത്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും പല സിറ്റുവേഷൻസ് കൊണ്ടും നമ്മൾ വിചാരിച്ച പോലെ ആവില്ല എന്നുള്ളൊരു വേറെ കാര്യം. ഓക്കെ, ബട്ട് ഇതാവാം നിങ്ങളുടെ പേഴ്സൺ എന്നാണ് പറയുന്നത്. ഡിവൈൻ ടൈമിങ്ങിനെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ബി പേഷ്യൻറ്റ് വൈൽ തിങ്സ് ആർ അൺഫോൾഡിങ്, ദിസ് കണക്ഷൻ ഇസ് വർത്ത് ദ വെയിറ്റ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന് ഡിവൈൻ ടൈമിൽ എല്ലാം ശരിയായിട്ട് വരും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് കൂടെ ഇവിടെ ഉണ്ട്. പറ്റുന്നവർക്ക് വെയിറ്റ് ചെയ്യാം എന്നാണ്. പേഷ്യൻസ് 2 തവണയാണ് നമുക്ക് വന്നത്. സോ സം തിങ്സ് സ്റ്റിൽ നീഡ് ടു ബി ഡെൽറ്റ് വിത്ത് ഫോർ ദിസ് കണക്ഷൻ ടു മാനിഫെസ്റ്റ്. ഓക്കെ, രണ്ടും കണക്റ്റഡ് ആണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളൊരു ബന്ധം നല്ല രീതിക്ക് വരണമെങ്കിൽ ഓക്കെ, അതിന് ചില തടസ്സങ്ങൾ മാറാനുണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാറാൻ, അതിപ്പം പേഴ്സണൽ മാറ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം, അവരുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം, ഓക്കെ, അവരുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ വരുന്ന മാറ്റമായിരിക്കാം. സോ പല കാര്യങ്ങളും ഇവിടെ ചേഞ്ച് ആവാനുണ്ട് ഇനിയും. ഓക്കെ, നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ട് വരണമെങ്കിൽ ഓക്കെ, അതിനൊരു സമയമുണ്ട് അല്ലേ. ആ ഒരു സമയം ഇത് യൂണിവേഴ്സ് എടുക്കുന്ന ഒരു സമയം, അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ അലൈനായിട്ട് വരണം. ഓക്കെ, പല കാര്യങ്ങളുണ്ടാവും, എന്നാലേ അത് നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമയം യൂണിവേഴ്സിന് നിങ്ങൾ കൊടുക്കാം. അവിടെ പേഷ്യൻസ് വെക്കാൻ പറയുന്ന 2 കാർഡും അതാ പറയുന്നത്. നിങ്ങളോട് ഒന്ന് ക്ഷമയോടെ ഇരിക്കുക, നിങ്ങൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോകാതിരിക്കുക, നിങ്ങളുടെ ചിന്തകൾ കാടുകേറി പലതും ചിന്തിക്കാതിരിക്കുക, നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉള്ള അഡ്വൈസ്. റീഡയറക്റ്റ് യുവർ തോട്ട്സ്, അതാണ് പറഞ്ഞത്. ഫോക്കസ് ഓൺ വാട്ട് യു വോണ്ട് ടു അട്രാക്ട് ഇൻ ദിസ് റിലേഷൻഷിപ്പ്, നോട്ട് ഓൺ വാട്ട് യു ഫിയർ വിൽ ഹാപ്പൻ. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ പേടികളുണ്ട് പലതും. ഓക്കെ, ഈ പേഴ്സണിനെ ചിലപ്പോൾ എന്നെ ഇഷ്ടമായിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് വേറെ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പ്രയോറിറ്റി ആയിരിക്കില്ല, ഞാൻ പോരാഞ്ഞിട്ടായിരിക്കും, ഞാൻ ഓവറായിട്ടായിരിക്കും, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ഓവറായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പോരാ എന്ന് തോന്നും. അങ്ങനെ പല 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 ചിന്തകളാണ് നമുക്ക് അല്ലേ. നമുക്ക് ആ പേഴ്സണെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് അങ്ങോട്ട് അവരെ ചേസ് ചെയ്യാൻ നിൽക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാനൊന്നും അഡ്വൈസിൻ്റെ മൂഡിലല്ല, സോറി. സോ അതുകൊണ്ട് എനിവേ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ചിന്തകൾ ഒരുപാട് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ അതിനെ ഒന്ന് പിടിച്ചു നിർത്താം. ഓക്കെ, എന്നിട്ട് പറയാം ഓക്കെ, ഇല്ല ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവാനുള്ള സമയം കൊടുക്കാം എന്ന് അവനോട് പറയാം, സമാധാനിപ്പിക്കാം. ഓക്കെ, പാസ്റ്റ് ലൈഫ്സ് യു ഹാവ് നോൺ ദിസ് പേഴ്സൺ ബിഫോർ, ഡെഫിനറ്റ്ലി ഇത് പാസ്റ്റ് ലൈഫ് ഉണ്ട്, സോൾമേറ്റ് ഉണ്ട്, നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ഞാൻ നേരത്തെ 2 കാർഡ് 6 വന്നപ്പോഴും അതിലും നമ്മൾ പറയുന്ന പാസ്റ്റ് ലൈഫ് കണക്ഷനെ കുറിച്ചാണ്. നിങ്ങൾ എവിടെ പൂർവ്വജന്മത്തിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന രീതി, അത് ഏത് ജന്മം എന്നൊന്നും അറിയില്ല, ഏതെങ്കിലും ഒരു ജന്മത്തിലായിരിക്കാം. ഓക്കെ, ഓർ മേ ബി കുറേ ജന്മങ്ങൾ നിങ്ങൾ ഒന്നിച്ച് ഓൾറെഡി കടന്നു വന്നതായിരിക്കാം. സോ ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ്, അതുകൊണ്ടാണ് നിങ്ങൾക്കത് വിട്ടുപോകാൻ പറ്റാതെ. അവർക്കും അത് വിട്ടുപോകാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ എത്ര അകന്നാലും, വഴക്കിട്ടാലും, പ്രശ്നങ്ങൾ വന്നാലും, ഒന്ന് അകന്നാലും, ഈവൻ ചിലപ്പോൾ സെപ്പറേഷൻ വരെ ചിലപ്പോൾ നല്ലോണം നീണ്ട 6 മാസം 1 വർഷമൊക്കെ ചിലപ്പോൾ സെപ്പറേഷൻ വരെ വരാം. എന്നാൽ പോലും തിരിച്ച് വീണ്ടും ഒന്നിക്കുന്ന രീതിയിൽ അത് സംഭവിക്കും. അതങ്ങനെയാണ്. ബിക്കോസ് അത് ആ സോൾ കണക്ഷൻ നിങ്ങളെ തിരിച്ച് വീണ്ടും വലിക്കുന്നതാണ്. എനിവേ, ബിവെയർ ഓഫ് കോഡിപെൻഡൻസി പറയുന്നത് നിങ്ങളോടും പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരുപാട് ഓവർ അറ്റാച്ച്മെൻറ്റിലേക്ക് പോകാതിരിക്കുക, നിങ്ങൾ കോഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുക. അതായത് പേഴ്സൺ ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷമേ ഇല്ല എന്ന രീതിക്കൊന്നും ആവാതിരിക്കുക. അത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളും കൂടി ചെയ്യണം. ഓക്കെ, ഞാൻ ഈ പറയുന്ന അഡ്വൈസുകൾ നിങ്ങൾ കൂടി ചെയ്താൽ മാത്രമേ മറ്റേ ഭാഗത്തുള്ള മാറ്റങ്ങളും വരുള്ളൂ. അതുകൂടി ഓർമ്മ വയ്ക്കാം. ഓക്കെ, സോൾമേറ്റ്, യെസ്, ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്നുള്ളത് പറഞ്ഞു ഞാൻ. ഓക്കെ, സോ പക്ഷേ ഇത് സിറ്റുവേഷൻസ് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ ഓർക്കണം. എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ശരി, എത്ര നമ്മളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾക്ക് ലൈഫിൽ ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതിവിടെ ജനറൽ റീഡിംഗ് ആയിട്ട് പറയുന്നതാണ് അല്ലേ. ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ ചിലത് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്ന, അപ്പോൾ ആ ബന്ധത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിൽക്കാതിരിക്കുക. എത്ര സ്നേഹം ഉണ്ടെങ്കിലും ശരി, ഓക്കെ, അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അത് തന്നെയാണ് വേണ്ടതും. മാത്രമല്ല നിങ്ങൾ അഗൈൻ ചേസ് ചെയ്യാൻ പോകാതിരിക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, സെൽഫ് ലവിൽ നിൽക്കുക. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് എപ്പോഴും ഞാൻ പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.